അല്ല ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് ഇല്ല. അഭിനയിപ്പിക്കുന്ന വാശിയാണ് ഇവിടെ സിനിമാ നടന്മാരില്ലാത്തതുകൊണ്ടാണോ? അതൊന്നുമല്ല. ഇവരിത് സിദ്ദിഖ് ലാൽ സാറ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ലാൽ സാറിന് മോഹൻലാലിന് വേണ്ടിയിട്ടാണ് ഈ സബ്ജക്റ്റ് തന്നെ അവർ എടുത്തത്. പുതിയ ആൾക്കാരായതുകൊണ്ടും എന്തോ ലാൽ സാറിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളായതുകൊണ്ടും അതങ്ങോട്ട് മാറി പോയി. അത് കഴിഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് ജയറാമിനെ ഫിക്സ് ചെയ്യുന്നു. ജയറാം അടുത്ത മാസം ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത മാസം ചെയ്യാം, അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു 3-4-5 പ്രാവശ്യം ഇവരെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അവസാനം ഇവരിലുള്ള ഒരു വിശ്വാസക്കുറവായിരിക്കാം, എന്ന് വെച്ചാൽ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ അവർ. അങ്ങനെ ജയറാം ഇങ്ങനെ മാറി മാറി കളിച്ചപ്പം ഫാസിൽ സാർ പറഞ്ഞു ഒരു പുതിയ ഒരാളെ ഇട്ട് ചെയ്തൂടെ. അപ്പോൾ പുതിയതാര് ഫാസിൽ സംവിധാനം പുതുതായിട്ട് സംബന്ധിച്ചു. പക്ഷെ ഫാസിലായപ്പോലും ഇവരുടെ ഒഴിവാക്കുക. ഫാസിലായിരുന്നല്ലോ, ഫാസിൽ സാറായിരുന്നല്ലോ സംവിധാനമൊന്നും അല്ല. ഇവര് വെറുതെ പറഞ്ഞാ സിദ്ദിഖ് ലാലാണ് ചെയ്യുന്നത്. ഇനി സിദ്ദിഖ് ലാലാണെന്ന് പറയുമ്പോൾ ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ഇല്ലാന്ന് പറഞ്ഞ നാടകക്കാരല്ലേ. അതിന് ഫാസിൽ സാറിന്റെ കൂട്ടത്തിലാന്ന് പറഞ്ഞിട്ടാണെങ്കിലല്ലേ നമ്മളാണെന്ന് തോന്നുള്ളൂ. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യം. അപ്പോൾ പുതിയ ആൾക്കാർ ആരാന്ന് ചോദിക്കുമ്പം ഈ ലാൽ സാറിൻ്റെ കൂടെ അന്ന് വന്ന് ആൻ്റണി എന്ന് പറഞ്ഞ ഒരാളില്ലേ, അയാൾ ഫൈനാൻസ് ഹാളിൽ നാടകം കാണാനായിട്ട് വരും. അങ്ങനെ എനിക്കും ആൻ്റണിക്കും അറിയാം. അപ്പോൾ ആൻ്റണി ഇങ്ങനെ ലത്തീഫ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസറാണ്. അപ്പോൾ പുള്ളി എടുത്ത് വന്നിങ്ങനെ സായ് കുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, KPSC അഭിനയിച്ചിട്ടുണ്ട്. ഓ അങ്ങനെ പറഞ്ഞു കൊടുത്ത അതാരാ എന്ന് വെച്ചാൽ അങ്ങനെ അന്വേഷിച്ചപ്പോൾ KPSC അന്വേഷിച്ചപ്പോൾ KPSC ഉണ്ടായിരുന്നു സായ് കുമാർ. ഇപ്പം KPSC അല്ല. എവിടെയാണ് പുള്ളിയുടെ വീട്? അത് കൊട്ടാരക്കര. അത് കൊട്ടാര ശ്രീധരനാരുടെ മോനാണെന്ന്. അങ്ങനെയാണ് ലത്തീഫ പോയിട്ട് പാച്ചിക്കെടുത്ത് പറയുന്നത്, എന്നാൽ നിങ്ങൾ പോയി ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോവാ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറയുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്.